കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറിൽ കത്രിക കുടുങ്ങിയ ഹർഷീന വീണ്ടും സമരത്തിലേക്ക്. ഈ മാസം 28-ന് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ ഹർഷീന ഏകദിന സത്യാഗ്രഹമിരിക്കും. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുന്നുവെന്ന് ആരോപിച്ചാണ് ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹമിരിക്കാൻ തീരുമാനിച്ചതെന്ന് ഹർഷീന പറഞ്ഞു. വിവരങ്ങളുമായി വൈഷ്ണ ചേരുന്നു. വൈഷ്ണ, ഈ ഒരു ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാനാണ് ഹർഷീനയുടെ തീരുമാനം. വീണ്ടും ഹർഷീന സമരത്തിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, അതുതന്നെയാണ്. വീണ്ടും ഹർഷീന സമരത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 28-ന് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഹർഷീന ഏകദിന സത്യാഗ്രഹം ഇരിക്കുന്നത്. 2017 ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുകയായിരുന്നു. തുടർന്ന് 5 വർഷം ഹർഷീന വയറ്റിൽ കത്രികയുള്ളത് അറിയാതെ ചികിത്സയും മറ്റുമായി നടക്കുകയായിരുന്നു. അതിനുശേഷം 2022 ഹർഷീനയുടെ വയറ്റിൽ കത്രികയുണ്ടെന്ന് കണ്ടെത്തുകയും ശസ്ത്രക്രിയയിലൂടെ അത് പുറത്തെടുക്കുകയും ചെയ്യുന്നത്. തുടർന്ന് 104 ദിവസം മെഡിക്കൽ കോളേജിൽ സമരം ഉൾപ്പെടെ നടത്തിയെങ്കിലും ഹർഷീനയ്ക്ക് നീതി ലഭിച്ചില്ല. ഈ നീതി നിഷേധത്തിനെതിരെയും നഷ്ടപരിഹാരം ലഭിക്കുന്നതിലുള്ള മെല്ലെപ്പോക്കിനെതിരെയുമാണ് ഹർഷീന വീണ്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം ഇരിക്കാൻ പോകുന്നത്. കൂടാതെ ഹർഷീനയുടെ സമരത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ട് എന്ന് വ്യക്തമായിട്ടും മെഡിക്കൽ കോളേജ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഡോക്ടർമാരുടെ അപ്പീലിൽ വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർഷീന നൽകിയ ഹർജിയിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. നീതി നിഷേധം തുടർന്നാൽ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഹർഷീനയുടെ തീരുമാനം. ശരി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന വീണ്ടും സമരത്തിലേക്ക്. ഈ മാസം 28-ന് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഹർഷീന ഏകദിന സത്യാഗ്രഹമിരിക്കും. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുന്നുവെന്ന് ആരോപിച്ചാണ് ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹമിരിക്കാൻ തീരുമാനിച്ചതെന്ന് ഹർഷീന പറഞ്ഞു. വൈഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.